14ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ഹംപി. പൂർണ്ണമായും കോട്ടയാൽ ചുറ്റപ്പെട്ട ഒരു നഗരമായിരുന്നു ഇത്. പേർഷ്യൻ, യൂറോപ്യൻ സഞ്ചാരികളിൽ നിന്നും ലഭിച്ച വിവരണങ്ങളിൽ ഹംപി തുംഗഭദ്ര നദിക്കടുത്തുള്ള ധാരാളം ക്ഷേത്രങ്ങളും കൃഷിയിടങ്ങളും വ്യാപാര വിപണികളും നിറഞ്ഞ സമ്പന്നവും മഹത്തായതുമായ ഒരു നഗരമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 1500ഓടെ ബെയ്ജിങ്ങിന് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മധ്യകാല നഗരമായിരുന്നു ഹംപി. അക്കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ഈ നഗരം പേർഷ്യയിൽ നിന്നും പോർച്ചുഗലിൽ നിന്നുമുള്ള ധാരാളം വ്യാപാരികളെ ആകർഷിച്ചിരുന്നു. ആധുനിക കാലത്തെ നഗരമായ ഹോസ്പിറ്റലിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഹംപിയുടെ അവശിഷ്ടങ്ങൾ 4100 ഹെക്ടറിൽ പരന്നു കിടക്കുന്നു. കോട്ടകൾ, നദീതീര സവിശേഷതകൾ, രാജകീയവും പവിത്രവുമായ സമുച്ചയങ്ങൾ, ക്ഷേത്രങ്ങൾ, ആരാധനാലയങ്ങൾ, തൂണുകൾ, മണ്ഡപങ്ങൾ, സ്മാരകങ്ങൾ, ജലഘടനകൾ എന്നിങ്ങനെ ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യയിലെ അവസാനത്തെ മഹത്തായ ഹിന്ദു രാജ്യത്തിന്റെ അവശേഷിക്കുന്ന 1600-ലധികം അവശിഷ്ടങ്ങളുടെ കഠിനവും മഹത്തരവുമായ സ്ഥലം എന്നാണ് യുനെസ്കോ ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഹംപി വിജയനഗര സാമ്രാജ്യത്തിന് മുമ്പുള്ളതാണ്. അത് പമ്പാദേവി തീർത്ഥക്ഷേത്രം എന്ന് ഹിന്ദുമതത്തിലെ രാമായണത്തിലും പുരാണങ്ങളിലും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. മിക്ക സ്മാരകങ്ങളും ഹിന്ദുക്കളുടേതാണ്. ക്ഷേത്രങ്ങളിലും പൊതു അടിസ്ഥാന സൗകര്യങ്ങളായ ടാങ്കുകളിലും മാർക്കറ്റുകളിലും ഹൈന്ദവ ദേവതകളെ ചിത്രീകരിക്കുന്ന റിലീഫുകളിലും ഹിന്ദു ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള കലാസൃഷ്ടികളും തീമുകളും ഉൾപ്പെടുന്നു. 6 ജൈന ക്ഷേത്രങ്ങളും സ്മാരകങ്ങളും ഒരു മുസ്ലിം പള്ളിയും ശവകുടീരവും ഇവിടെ കണ്ടെടുത്തിട്ടുണ്ട്. 11-14 നൂറ്റാണ്ടുകളിലെ ഹൊയ്സാല ശൈലിയുടെയും ഇൻഡോ ഇസ്ലാമിക് ശൈലിയുടെയും കലകൾ സംയോജിപ്പിച്ച് ദ്രാവിഡ ശൈലിയിൽ പ്രാദേശിക കല്ലിൽ നിന്നാണ് ഇവിടുത്തെ വാസ്തുവിദ്യ നിർമ്മിച്ചിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ നിന്നും വിവിധങ്ങളായ ക്ഷേത്രങ്ങൾ, കൊട്ടാരങ്ങൾ, മാർക്കറ്റുകൾ, ജലസംഭരണികൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന 83 പുരാവസ്തു നിർമ്മിതികൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. 1800-ൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സർവേയർ ജനറൽ എന്ന നിലയിൽ കേണൽ കോളിൻ മക്കൻസി എന്ന പുരാവസ്തു വിദഗ്ധൻ ഹംപിയിലെ അവശിഷ്ടങ്ങൾ വെളിച്ചത്തു കൊണ്ടുവന്നു. അദ്ദേഹം സൈറ്റിന്റെ ആദ്യത്തെ സർവേ മാപ്പ് തയ്യാറാക്കി. വിരൂപാക്ഷ ക്ഷേത്രത്തിലെയും പമ്പാദേവിയുടെ ശ്രീകോവിലിലെയും പൂജാരിമാരുടെ ഓർമ്മകളിൽ നിന്നാണ് അദ്ദേഹത്തിന് ലഭിച്ച പ്രാഥമിക വിവരങ്ങളിൽ ഭൂരിഭാഗവും. തുടർന്ന് 1856 മുതൽ ഫോട്ടോഗ്രാഫർമാർ, പണ്ഡിതന്മാർ, എപ്പിഗ്രാഫിസ്റ്റുകൾ, വിദേശ സഞ്ചാരികൾ തെലുങ്ക്, കന്നഡ, തമിഴ്, സംസ്കൃതം എന്നീ ഭാഷകൾ എഴുതിയ മറ്റു സാഹിത്യങ്ങളുടെ വിവിധ സംഭാവനകൾ നഗരത്തിന്റെയും സാമ്രാജ്യത്തിന്റെയും ചരിത്രം പുനർനിർമ്മിക്കുന്നതിനായി ചരിത്രകാരന്മാർ സമാഹരിച്ചു. പാരമ്പര്യവും ശിലാരേഖകളും അനുസരിച്ച് ഹോയ്ശാല രാജകുടുംബത്തിലെ പ്രധാനിയായിരുന്ന സംഗമയുടെ പുത്രന്മാരായിരുന്ന ഹരിഹരയും ബുക്കയും 1336-ൽ വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചു. ഈ സാമ്രാജ്യത്തിൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരും വ്യത്യസ്ത മതപാരമ്പര്യങ്ങൾ പിന്തുടരുന്നവരും ഉണ്ടായിരുന്നു. ഫലഭൂയിഷ്ഠമായ നദീതടങ്ങളുടെയും ലാഭകരമായ വിദേശ വ്യാപാരത്തിന്റെയും നിയന്ത്രണത്തിനായി വിജയനഗര രാജാക്കന്മാർ ഡെക്കാണിലെ സുൽത്താൻമാരുമായും ഒറീസയിലെ ഗജപതി ഭരണാധികാരികളുമായും മത്സരിച്ചു. അതേസമയം തങ്ങളെ രായസ് എന്ന് വിളിച്ചിരുന്ന വിജയനഗര ഭരണാധികാരികൾ ഈ പ്രാദേശിക ആശയങ്ങളും നിർമ്മാണ സാങ്കേതിക വിദ്യകളും കടമെടുത്ത് രാജ്യത്തെ 1529-ൽ കൃഷ്ണദേവരായന്റെ മരണത്തെ തുടർന്ന് സാമ്രാജ്യഘടനയ്ക്കുള്ളിൽ സമ്മർദ്ദം പ്രകടമാകാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ പിൻഗാമികൾ കലാപകാരികളായ നായകരാൽ അല്ലെങ്കിൽ സൈനിക മേധാവികളാൽ സമ്മർദ്ദത്തിലായി. 1542 ആയപ്പോഴേക്കും 17ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ അധികാരത്തിൽ നിലനിന്ന അരവിഡു രാജവംശത്തിന്റെ മറ്റൊരു ഭരണ പരമ്പരയിലേക്ക് കേന്ദ്രത്തിന്റെ നിയന്ത്രണം മാറി. 1565-ൽ വിജയനഗരത്തിനെതിരായ ബിജാപ്പൂർ, അഹമ്മദ് നഗർ, ഗോൽക്കൊണ്ട സുൽത്താനേറ്റുകാരുടെ സഖ്യം തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗര മുഖ്യമന്ത്രിയായിരുന്ന രാമരായനെ പരാജയപ്പെടുത്തി. ഒരു സുൽത്താനെ മറ്റൊരു സുൽത്താനെതിരെ കളിക്കാൻ സഹായിച്ച രാമരായന്റെ സാഹസിക നയമാണ് സുൽത്താൻമാരെ ഒന്നിച്ച് നിർണായകമായി പരാജയപ്പെടുത്താൻ പ്രേരിപ്പിച്ചത്. വിജയിച്ച സൈന്യങ്ങൾ വിജയനഗരം കൊള്ളയടിച്ചു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നഗരം പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ടു. പരാജയപ്പെട്ട അരവിഡു രാജവംശം പിന്നീട് പെന്നുകൊടയിൽ നിന്നും തിരുപ്പതിക്കടുത്തുള്ള ചന്ദ്രഗിരിയിൽ നിന്നും ഭരണം തുടർന്നു. സവിശേഷമായ ഭൗതിക വിന്യാസവും നിർമ്മാണ ശൈലിയും വിജയനഗരത്തിന്റെ പ്രത്യേകതയായിരുന്നു. വടക്ക് കിഴക്ക് ദിശയിൽ ഒഴുകുന്ന തുംഗഭദ്ര നദിയാൽ രൂപം കൊണ്ട പ്രകൃതിദത്ത നദീതടമാണ് വിജയനഗരത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത. ഭൂപ്രകൃതിയുടെ മറ്റൊരു സവിശേഷത നഗരത്തിന് ചുറ്റും ഒരു കച്ച പോലെ തോന്നിക്കുന്ന അതിശയകരമായ ഗ്രാനൈറ്റ് കുന്നുകളാണ്.
മിക്കവാറും എല്ലാ സാഹചര്യങ്ങളിലും വ്യത്യസ്ത വലുപ്പത്തിലുള്ള ജലസംഭരണികൾ സൃഷ്ടിക്കുന്നതിനായി ഈ അരുവികളിൽ കായലുകൾ നിർമ്മിച്ചിട്ടുണ്ട്. പെനിൻസുലയിലെ ഏറ്റവും വരണ്ട പ്രദേശങ്ങളിൽ ഒന്നായതിനാൽ മഴവെള്ളം സംഭരിക്കാനും നഗരത്തിലേക്ക് കൊണ്ടുപോകാനും വിപുലമായ ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ വലിയ കോട്ടമതിലുകളുടെ 7 വരികളാൽ ചുറ്റപ്പെട്ടിരുന്നു. നഗരം മാത്രമല്ല, കാർഷിക ഉൾപ്രദേശങ്ങളും വനങ്ങളും സംരക്ഷിക്കപ്പെട്ടിരുന്നു. നിർമ്മാണത്തിൽ ഒരിടത്തും മോർട്ടാറോ സിമന്റിംഗ് ഏജന്റോ ഉപയോഗിച്ചിട്ടില്ല. കൂടുതൽ ഉറപ്പിനായി ശിലാഫലകങ്ങൾ ആപ്പിന്റെ ആകൃതിയിലുള്ളവയായിരുന്നു. തുംഗഭദ്രയിൽ നിന്ന് വെള്ളമെടുക്കുന്ന വിപുല കനാൽ സംവിധാനമുള്ള ഒരു കാർഷിക മേഖല ഇവിടുത്തെ രാജകീയ കേന്ദ്രത്തിനും നഗര കേന്ദ്രത്തിനും ഇടയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കോട്ടയുടെ 2ാമത്തെ നിര നഗര സമുച്ചയത്തെ വലയം ചെയ്തു. 3ാമത്തെ നിര രാജകീയ കേന്ദ്രത്തിന് ചുറ്റും ഉയർന്ന മതിലുകളുള്ള പ്രധാന കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ടു. നഗരത്തെ പ്രധാന റോഡുകളുമായി ബന്ധിപ്പിക്കുന്ന നല്ല സംരക്ഷിത കവാടങ്ങൾ കോട്ടക്കുണ്ടായിരുന്നു. പ്രവേശനം നിയന്ത്രിക്കുന്നതിന് ഗേറ്റ്വേകൾക്ക് വ്യതിരിക്തമായ വാസ്തുവിദ്യാ സവിശേഷതകൾ ഉണ്ടായിരുന്നു. തുർക്കി സുൽത്താൻമാർ അവതരിപ്പിച്ച ഇൻഡോ ഇസ്ലാമിക വാസ്തുവിദ്യയുടെ സവിശേഷതകളായി ഗേറ്റ്വേയിലെ കമാനവും ഗേറ്റിന് മുകളിലുള്ള താഴികക്കുടവും കണക്കാക്കപ്പെടുന്നു. റോഡുകൾ പൊതുവെ പാറക്കെട്ടുകൾ ഒഴിവാക്കി താഴ്വരകളിലൂടെ കടന്നുപോകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ചില റോഡുകൾ ക്ഷേത്ര കവാടങ്ങളിൽ നിന്ന് നീണ്ടുകിടക്കുകയും മാർക്കറ്റുകളാൽ ചുറ്റപ്പെടുകയും ചെയ്തു. സെറ്റിൽമെന്റിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് രാജകീയ കേന്ദ്രം അല്ലെങ്കിൽ റോയൽ എൻക്ലോഷർ സ്ഥിതി ചെയ്യുന്നത്. ഒരു രാജകീയ കേന്ദ്രമായി നിയുക്തമാക്കിയിട്ടുണ്ടെങ്കിലും 60-ലധികം ക്ഷേത്രങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിരുന്നു. ഇത് ഭരണാധികാരികൾക്ക് ക്ഷേത്രങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും സംരക്ഷണം എത്ര പ്രധാനമാണെന്ന് സൂചിപ്പിക്കുന്നു. ക്ഷേത്രങ്ങൾ പൂർണ്ണമായും കൊത്തുപണികളാൽ നിർമ്മിച്ചതാണ്. അതേസമയം കൊട്ടാരത്തിന്റെ കെട്ടിടങ്ങളുടെ ഉപരിഘടന മരവും മണ്ണും പോലെ നശിക്കുന്ന വസ്തുക്കളാൽ നിർമ്മിച്ചതാണ്. അതുകൊണ്ട് തന്നെ മിക്ക കൊട്ടാര നിർമ്മിതികളുടെയും ബേസ്മെന്റ് മാത്രമേ ഇപ്പോൾ പ്രത്യക്ഷത്തിലുള്ളൂ. ഇവിടെയുള്ള വീരുപക്ഷ ക്ഷേത്രം, ബിത്താല ക്ഷേത്രം, ഒറ്റക്കല്ലിൽ തീർത്ത ബിംബങ്ങൾ, ഹസാര രാമക്ഷേത്രം, രാജകീയ കേന്ദ്രത്തിന് ചുറ്റുമായി സ്ഥിതി ചെയ്യുന്ന ലോട്ടസ് മഹാൾ, ആനത്താവളം, രാജ്ഞിയുടെ കൊട്ടാരം, സനാന മതിൽക്കെട്ട്, മഹാനവമി ഡിബ്ബ, രഹസ്യാറ, പുഷ്കരണി, വാച്ച് ടവറുകൾ, ചെറുതും വലുതുമായ നിരവധി ക്ഷേത്രങ്ങൾ തുടങ്ങിയവ വിജയനഗര രാജാക്കന്മാരുടെ ഭരണ മികവിന്റെയും വാസ്തുവിദ്യാ ചാതുര്യത്തിന്റെയും ഉത്തമ ഉദാഹരണങ്ങളാണ്. നഗരം കൊള്ളയടിച്ചപ്പോഴും വിജയനഗരത്തിലെ പല കെട്ടിടങ്ങളും നശിപ്പിക്കപ്പെട്ടപ്പോഴും കൊട്ടാരം ഘടനകൾ നിർമ്മിക്കുന്ന പ്രവർത്തികൾ നായകർ തുടർന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഈ കെട്ടിടങ്ങളിൽ പലതും ഇന്നും അതിജീവിക്കുന്നു. സമൃദ്ധമായ ഒരു കാലഘട്ടത്തിന്റെയും പാരമ്പര്യത്തിന്റെയും വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ് ഹംപിയിൽ കൂടി നടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടി കടന്നുപോകുന്നത്. അധികാരമോഹത്തിന്റെയും കുതികാലുവെട്ടിന്റെയും ദൂഷ്യഫലങ്ങൾ ഒരു രാജ്യത്തെ തന്നെ തുടച്ചു നീക്കുന്ന കാഴ്ച എല്ലാ ഭരണാധികാരികൾക്കും നൽകുന്ന മുന്നറിയിപ്പാണ് ഹംപി നമ്മെ പഠിപ്പിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഹംപിയിലെ പ്രധാന സ്മാരകങ്ങളുടെ വിശദമായ കാഴ്ചകൾ വരുന്ന എപ്പിസോഡുകളിൽ കൂടി കാണാം.